നിക്ക്. ഇനി ഇടത് കൈ പൊക്കി ദാ ഇങ്ങനൊരു പോസ്. ചേടാ ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ ഉപദ്രവിക്കാതെ? ഇയാളിത് വലിയ ശല്യമായല്ലോ നോക്കണേ. എടാ നീ എല്ലാം തോന്നിവാസം ഓരോന്ന് എടുത്തു വെച്ചാലേ ഇതിനൊക്കെ ലേഔട്ട് ഉണ്ടാക്കി വാരികയുടെ കവറടിച്ച് വിടേണ്ടത് ഞാനാ. ഞാൻ പറയുന്ന പോലെ നാല് പടവെടുക്ക. മൂത്ത് നരച്ചല്ലോടോ, പെണ്ണുങ്ങളുടെ ഇടയിൽ കിടന്ന് കൊടയാൻ നാണല്ലേ? നിന്റെ തന്തയാ മൂത്ത് നരച്ചേ. നോക്കെ ഇനി ഇടതുകാല് പൊക്കി. താൻ പോകുന്നുണ്ടോ ഇല്ലയോ? കളഞ്ഞിട്ട് വരേ. അടുത്ത ആഴ്ച വാരിയുടെ മുമ്പിൽ ഇങ്ങനെ മര മോന്ത അടിച്ചു വരട്ടെ. വാ. അത് കഴിഞ്ഞാ ഞാൻ ഇസ്പേടുതോ ഇനിയും വരുമല്ലോ. നിന്റെയൊക്കെ ഒടുക്കത്തെ എടുത്ത് ഞാൻ അവസാനിപ്പിക്കും. ഇല്ലെങ്കിൽ എന്റെ പേര് സബ് എഡിറ്റർ ലംബോരം പിള്ള നല്ലായിരിക്കും. അല്ലായിരിക്കും. തന്നെ എന്റെ സ്റ്റാൻഡിടാ. പിന്നെ എന്റെ അടുത്ത് ശ്യാമേട്ടനുണ്ടോ? ആരാ? എന്താ കാര്യം? നമ്മുടെ ശ്യാമണ്ണന്റെ മുറപ്പെണ്ണ. കണ്ടിട്ട് എന്തോ കാര്യമുണ്ട്. ഓഹോ, മുറപ്പെണ്ണ അല്ലേ? ചേട്ടൻ ഇവിടെ ഉണ്ടോ? അയ്യോ, ഉണ്ടെന്ന് മാത്രമല്ല, കുട്ടിയെ കാത്തിരിക്കാൻ കൂടാ. വന്നേ. നീ എവിടെ പോവാ? അയ്യോ, ഞാൻ ശ്യാമണ്ണന്റെ ബെസ്റ്റ് ദോസ്തല്ലേ. ദോസ്തിയൊക്കെ അങ്ങ് പുറത്ത് കണ്ട ആപ്പ ഒപ്പിക്കുന്ന കയറി നിരങ്ങാനുള്ള സ്ഥലമല്ലത്. അപ്പൊ പിന്നെ സാറോട് നിൽക്കുന്നത് പുറത്ത്. കുട്ടി വന്നേ. ശ്യാമേ, കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ശ്രീകുട്ടി, വണ്ടി എടുക്ക്. ശ്രീകുട്ടി അവിടെ നിൽക്കാൻ. എന്ത് പറ്റി? ഒന്നും അറിഞ്ഞൂടല്ലേ? ഇതിനാണ് എന്നും കാലത്ത് ക്യാമറയും കെട്ടിപ്പോഞ്ഞോണ്ട് ഇറങ്ങുന്നല്ലേ? കൊണ്ട പെമ്പിള്ളാരുടെ അവിടെ ഇവിടെയൊക്കെ പിടിക്കാൻ മനുഷ്യൻ. നീ ഒരുപാട് ചന്ത പെമ്പിള്ളാരെ പോലെ സംസാരിക്കരുത്. മാസിന്റെ മോശത്തിന് വേണ്ടി പെമ്പിള്ളാരുടെ ഫോട്ടോ എടുക്കുന്ന എന്റെ ജോലിയാ. അപ്പൊ പിന്നെ അവിടെ ഇവിടെയും പിടിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നിർത്തുകയൊക്കെ ചെയ്യും. ഇത്ര മനസ്സിലാക്കാനുള്ള കഴിവ് 4 ലക്ഷം പഠിച്ചിട്ട് സിറ്റി ജോലി നിനക്കില്ലേ? സിറ്റി ആയാലും ഗ്രാമമായാലും എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഞാൻ ഹോസ്റ്റലിൽ വരാം. പോ. ഇവിടെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് ആര് പറഞ്ഞു? ഞാൻ അറിഞ്ഞ അണ്ണ അവിടെ പെമ്പിള്ളേരായിട്ട് പഞ്ചായത്ത് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാ മുഴുവൻ ഒന്നിച്ചെങ്കിൽ വരണം. ചുമ്മാ കണവണ കടം പറയരുത്. വണ്ടി മൂത്ത വായിച്ചിട്ടല്ല ഓടുന്നത്. ഇതാ ഒരു നീണ്ട കഥ. നീണ്ട കഥ. പിടിച്ചോ. എന്തോ ഇത്? ഒരു നീണ്ട കഥ. മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ വാടിയപ്പോൾ ബൈ OP വളശ പിയോ. തിരിച്ചിട്ടാൽ മറിച്ചിട്ടാൽ വളശ. ഇത് വായിച്ചാൽ പെണ്ണുങ്ങൾ കരയും, ആണുങ്ങൾക്ക് കലി വരും, കുട്ടികൾ ചിരിക്കും, സിനിമാക്കാർ വായിക്കും, കാശി തന്ന് വാങ്ങിക്കും. എന്തോ ഇതിന്റെ കഥ? ഒരച്ഛൻ, ഒരമ്മ, 2 കൊച്ചു കുഞ്ഞുങ്ങൾ, ഒരു കൊച്ചു കുടുംബം, സംതൃപ്തമായ കുടുംബം. രാത്രി 12 മണി, നിശ്ചലമായ നിശ, എങ്ങും കനത്ത നിശബ്ദത. അതാ ഇരുട്ടിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യക്ഷപ്പെട്ട് 1 ബോംബ്, 2 ബോംബ്, 3 ബോംബ്, നിർത്തറയുമ്പോക്കി തോന്നി ദിവസം കാണിക്കാൻ നിന്റെ പറഞ്ഞു ചന്ദ്രൻ വിചാരിച്ചോ? അയ്യോ, സാറിനെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. കുട്ടികൾ 2 ഓടി. അച്ഛനും അമ്മയും മരിച്ചു. ഓട്ടത്തിനിടയിൽ അവർ വേർപിരിയുന്നു. സെന്റിമെന്റ്. ഓട്ടത്തിനിടയിൽ അവർ പാട്ടിൽ വലുതാവുന്നു. വില്ലനെ കണ്ടുമുട്ടുന്നു. പ്രതികാരം തീർക്കുന്നു. ചേട്ടനും അനിയനും ഒന്നിക്കുന്നു. ഒരാളുടെ കാമുകിക്ക് വേണമെങ്കിൽ ക്യാൻസറോ സ്വൽപ്പ കിഡ്നി ട്രബിളോ ആകാം. അതിനൊരു സൈഡ് ട്രാക്ക് വേറെ ചേർത്തിട്ടുണ്ട്. തീർന്നോ? വേണമെങ്കിൽ കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് പറയാം. ഇനി ഒരക്ഷരം മിണ്ടിയ നിന്റെ കിഡ്നി ഞാൻ തീർന്നു. എടുത്തോണ്ട് വേണം. ഇങ്ങനെയുള്ള ചീപ്പ് കഥകളൊന്നും ഞാൻ പ്രസിദ്ധീകരിക്കില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? എന്റെ പേരെന്താണെന്ന് അറിയാമോ? അറിയാം. MTE ദാമോദരൻ. മഹാനായ ടൈം എഡിറ്റർ ദാമോദരൻ. മഹാതെണ്ടി എരപ്പാളി ദാമോദരൻ എന്നും പറയും. നിന്റെ തന്ത പറയും. പുള്ളിക്കാരൻ പറയും. നല്ല വിവരമുള്ളവനായിരുന്നു എന്നാ നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ പറഞ്ഞു കേട്ട അറിവല്ലേ നിനക്കുള്ളൂ. നിന്റെ തള്ളയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. മനുഷ്യനെ മെനക്കെടുത്താതെ പോകാം. സാർ ഏത് തരത്തിലുള്ള കഥകളാ പബ്ലിഷ് ചെയ്യാ? ആധുനിക സാഹിത്യ സൃഷ്ടികൾ, അല്ലെങ്കിൽ ശുദ്ധഹാസ്യം. അതുമല്ല കുറച്ചും കൂടെ കിഴിപ്പോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ എന്റെ ഇന്നലകൾ പോലെയുള്ള സാധനങ്ങൾ. നിന്റെ ചുളുവരട്ട് പണികളൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട.
ഇപ്പോൾ ഞാൻ പോകുന്നു. പക്ഷെ പൂർവാധികം ശക്തിയോടെ ഈ OP വളച്ച തിരിച്ചു വരും. ആ ഏറുപടക്കം കൊണ്ട് ഇതിനകത്തേക്ക് കയറിയേക്കരുത്. കാറ് പോവോ? പിന്നെ കാണാനാ നിർത്തിയിരിക്കുന്നത്. എന്നാ പോട്ടെ. അതെ, അങ്ങനെ ചുമ്മാ പോട്ടെന്ന് പറഞ്ഞാലൊന്നും പോകത്തില്ല. ആർക്ക് പോണം, എവിടെ പോണം, എന്തിനു പോണം, എത്ര ബഡ്ജറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ സൗകര്യം ഉണ്ടെങ്കിൽ വരും. എന്താ ഇത് തകരം കൊണ്ടാണോ സ്വർണം കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നേ? എന്തുകൊണ്ടുണ്ടാക്കിയാലും താൻ ഇതിനകത്ത് കാണുന്ന ഇവിടെ ആരും നിർബന്ധിച്ചില്ലല്ലോ. ഈ ചക്കടാ വണ്ടിയുടെ വളയം പിടിച്ചപ്പോ നിനക്കൊക്കെ ഈ പോസ് എടുത്തോണ്ട് പോണ സഞ്ചി നോക്കിയിട്ടൊന്നും നടക്കുന്നത്. നിങ്ങൾക്ക് ഇതിലും ഭേദം വല്ല കല്ല് കുത്താൻ പാപ്പല്ലേ? കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടി വാങ്ങിക്കുന്ന പോലെയാണല്ലോ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. മന്ത്രി സംബന്ധിച്ച ചടങ്ങിൽ മന്ത്രിയുടെ ഫോട്ടോ ഇല്ല. കുറെ തലയും മുലയും കാണിച്ചേക്കുന്ന പെമ്പിള്ളേരുടെ ഫോട്ടോ എടുക്കാനാണോ പത്രം കാശ് കൊടുക്കുന്നത്? സാറ് കുറച്ചുകൂടെ സഭ്യമായ രീതിയിൽ സംസാരിച്ച കൊള്ളായിരുന്നു. നിങ്ങളോട് ഇതിനേക്കാൾ കൂടുതൽ സഭ്യമായി സംസാരിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇന്ത്യ ഒട്ടുക്കും മിഡിൽ ഈസ്റ്റിലും സർക്കുലേഷനുള്ള ഒരു പത്രത്തിന്റെയും മാസികയുടെയും കറസ്പോണ്ടൻസ് കം പിന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ആണ് പോലും. കുറച്ച് കോമൺ സെൻസ് ഉപയോഗിച്ചൂടെ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഞാൻ നിങ്ങളെ ബോംബെക്കോ കൽക്കട്ടയ്ക്കോ ട്രാൻസ്ഫർ ചെയ്യും. അവിടെ ചെന്നാ ഞങ്ങൾ നല്ല ഫോട്ടോ എടുക്കുമെന്നാണോ? യാതൊരു പ്രതീക്ഷയില്ല. പക്ഷെ എന്റെ കടമ കാണിക്കുന്നു, അത്രേ ഉള്ളൂ. നിങ്ങളാണ് ഈ എഡീഷൻ നാണക്കേട് വരുത്തി വെച്ചത്. അടുത്ത മാസം നടക്കുന്ന നാഷണൽ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ആരെങ്കിലും ഒരാൾ അവാർഡ് വാങ്ങിയില്ലെങ്കിൽ രണ്ടിനെ ഞാൻ ടെർമിനേറ്റ് ചെയ്യും. പറഞ്ഞില്ല എന്ന് വേണ്ട. ഹലോ, ചേട്ടൻ ചൂടാവാതെ. ഞാനൊരു ഐഡിയ പറയാം. പത്രം ജനശ്രദ്ധ പിടിച്ചു പറ്റണം. കൊലക്കേസിനായി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സ്പേസിൽ നിറയ്ക്കാൻ ഒരു വാർത്ത വേണം, അല്ലേ? ഇല്ലാത്ത ഒരാളിന്റെ പേരിൽ ഒരു കഥയുണ്ടാക്കി കാത്തണം ചേട്ടാ. എപ്പോ എവിടെ വെച്ച് സംഭവം നടന്നു എന്ന് പോലീസ് മറ്റേ ചോദിച്ചാൽ എന്തോ ചെയ്യും? അജ്ഞാതന്റെ ടെലിഫോൺ വഴി വാർത്ത കിട്ടുകയാണെന്ന് പറയണം. പ്രശ്നം വല്ലതും ഉണ്ടായാൽ രണ്ടെണ്ണത്തിനെ ഞാൻ കുരുതി കൊടുക്കും, പറഞ്ഞേക്കാം. എന്തോന്ന് ചേട്ടാ, ചേട്ടനെ പോലെ ഭീരുക്കളാണ് ഞങ്ങളെന്ന് വിചാരിച്ച. എന്നാ ഒരു സംഭവം അങ്ങോട്ട് കെട്ടിച്ചമച്ചാട്ടെ. നീ ചമയ്ക്കണ ഞാൻ ചമയ്ക്കണ? നീ ഒന്ന് തുടക്കം വിട്, ബാക്കി ഞാൻ ചമച്ചോളാം. എഴുതണം. 23/6/1985 പ്രത്യേക ലേഖൻ. പട്ടിണിപ്പാറ. ഇവിടെ ഈ പട്ടിണിപ്പാറ പട്ടിണി ഈ ചമയ്ക്കും നിന്നെ ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നത്? എട്ടുവീട്ടി തറവാട്ടിലെ ഇപ്പോഴത്തെ അവകാശിയും അനേകം തൊഴിലാളി കുടുംബങ്ങളെ വഴിയാധാരമാക്കിയ ഒരു ചരിത്രവുമുള്ള എട്ടുവീട്ടിൽ രാഘവൻ പിള്ള ബുധനാഴ്ച രാത്രി 4 ഹരിജൻ യുവതികളെ ബലാത്സംഗം ചെയ്ത് കൊന്നിരിക്കുന്നു. അത് മതി. അവശ വിഭാഗങ്ങളെ കയ്യിലെടുക്കാൻ, ആവേശം കൊള്ളിക്കാൻ അത് മതി. ബുധനാഴ്ച രാത്രി ഒരു 12 മണിയോടടുത്താണ് സംഭവം. ദൂരെയുള്ള ഗ്രാമത്തിൽ പകലന്തിയോളം പണിയെടുത്ത് തളർന്ന മതാലസകളായ 4 ഹരിജൻ യുവതികൾ പട്ടിണിപ്പാറയിലുള്ള ഒറ്റയടിപ്പാതയിലൂടെ നടന്ന് അപ്പോൾ മദ്യപിച്ച് മതോന്മത്തനായി കൂട്ടുകാരോടൊപ്പം ഒറ്റയടിപ്പാതയിൽ നിൽക്കുകയായിരുന്ന എട്ടുവീട്ടിൽ രാഘവൻ പിള്ള ഹരിജൻ യുവതികളെ കടന്നു പിടിക്കുന്നു. കൂട്ടുകാരുടെ സഹായത്തോടെ വീണ് കിടക്കുന്ന ഒരു തെങ്ങിൽ കെട്ടിയിട്ടാണ് തീയാൻ കാര്യം സാധിച്ചത്. തുടർന്നുള്ള നാടകീയ മുഹൂർത്തത്തിൽ 4 സ്ത്രീകളും കൊല്ലപ്പെട്ടിരിക്കുന്നു. ബാക്കി മനോധർമ്മ പോലെ നടത്തണം. ശരി, 8 ഓളത്തിൽ മതിയോ? ശകലം ഭാവന യൂസ് ചെയ്യണം. എന്തോ പോയില്ലയോ? சார் இது வந்து இது அங்கே பாரு இது வந்து ரியல் போட்டோவா அதான் அந்த வந்து பெயிண்டிங்கா? ഫോട്ടോ തന്നെ. ഇതൊക്കെ എങ്ങനെ എടുക്കുന്ന ആശാനെ? ഇങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റൂ? സാറിന് ഇപ്പൊ എന്താ വേണ്ടത്? ഇതിന്റെ ഒരു 5-6 കോപ്പി വിലക്ക് കിട്ടൂ. തരാലോ. ഇതിന്റെ ഒരു 5 കോപ്പി വേണം. അർജന്റാ, ഞാൻ വൈകുന്നേരം വരാം. ആ സ്ഥലത്ത് വെയിലടിച്ചാലെങ്കിലും ഒന്ന് എണ്ണീറ്റൂടെ? സർക്കാർ ഓഫീസിലല്ലേ ജോലി? ഒന്നാമത് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ പണിയിരിക്കുന്നത്. ഒരു ചെറിയ കാരണം കിട്ടിയാൽ മതി, കളവൻ ചവിട്ടി പുറത്താക്കും.
ഉപദ്രവിക്കാതെ പോടെ, ഒന്ന് ഉറങ്ങാനും സമ്മതിക്കൂല. നിനക്ക് തോന്നുമ്പോ എണീറ്റ് വായും പൊളിച്ചങ്ങ് വാ, ഉരുട്ടി വെച്ചേക്കാം. ആ ശരി, എന്നാ സൗകര്യം പോലെ ഉറങ്ങിക്കോ. പാചകലോകം ചിക്കൻ മസാല. ആകാശവാണി മദ്രാശി. കലാരംഗം. ഇന്നത്തെ കലാരംഗത്തിൽ ആദ്യം പാചകലോകമാണ്. കോഴിക്കറികൾ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് വിഷയം. ആദ്യമായി ചിക്കൻ മസാല. കോഴിയെ നന്നായി കഴുകി വൃത്തിയാക്കുക. ആവശ്യത്തിനുള്ള മുളക്, മല്ലി, കുരുമുളക്, കറി മസാല, ഇഞ്ചി, ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക് ഇവ റെഡിയാക്കി അടുത്ത് വെക്കുക. മുളക്, മല്ലി, കറിമസാല, വെളുത്തുള്ളി ഇവ നന്നായി അരച്ചെടുക്കേണ്ടവയാണ്. ഉപ്പിനെ കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല, പക്ഷെ അത് ഇടേണ്ടപ്പോൾ കറിയിലിടാൻ മറക്കരുത്. ഇനി കോഴിയെ കയ്യിലെടുക്കുക. ഇനി മെല്ലെ ശ്വാസം അകത്തേക്ക് വലിക്കുക. കൈകൾ ഇരുവശത്തേക്കും അകത്തുക. ശ്വാസം മെല്ലെ വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. എന്നിട്ട് കാലുകൾ ഇരുവശത്തേക്കും അകത്തുക. കഴുത്ത് മുകളിലേക്കും വീണ്ടും താഴേക്കും കൊണ്ടുവരിക. വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. കാലുകൾ രണ്ടും തറയിൽ ഉറപ്പിച്ച് നിവർന്നു നിൽക്കുക. കൈകൾ മുന്നിലേക്കും പിന്നിലേക്കും കറക്കുക. അതുപോലെ തലയും കഴുത്ത് ലൂസാക്കി കറക്കുക. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതാണ് സ്വാദിഷ്ടമായ ചിക്കൻ മസാല. ഇനി വൃത്തിയായ പാത്രത്തിൽ സാലഡുകളോടൊപ്പം വിളമ്പിയാൽ മാത്രം മതി. ഇന്നത്തെ പാചകലോകം ഇതോടെ അവസാനിക്കുന്നു. അപരാഹ്നത്തിന്റെ അനന്ത പഥങ്ങളിൽ ആകാശ നീലിമയിൽ അവൻ നടന്നകന്നു. ഭീമനും യുധിഷ്ഠിരനും ബീഡി വലിച്ചു. സീതയുടെ മാറുപിളർന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ. ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു അന്ന്. അമ്പലത്തിന്റെ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അവൾ അവനോട് ചോദിച്ചു, ഇനിയും നീ ഇതുവഴി വരില്ലേ ആനകളെയും തെളിച്ചുകൊണ്ട്? എങ്ങനുണ്ട്? നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ അതിന്റെ അർത്ഥം? സാർ ആധുനികമേ പബ്ലിഷ് ചെയ്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് സ്വപ്പ കഞ്ചാവ് അടിച്ചുകൊണ്ട് എഴുതിയതാ. കഴിഞ്ഞ തവണ പറഞ്ഞ അതേ ബോംബ് കഥ തന്നെ, സ്റ്റൈല് മാറിയപ്പോ ഇങ്ങനെ ആയിപ്പോയി. എടാ മരമണ്ടം കഴുതേ, നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. ഇതല്ലേ? എനിക്കറിയാം, പക്ഷെ അവന്മാർക്ക് ഇപ്പൊ യൂണിയൻ ഉണ്ട്. അതുകൊണ്ട് അതേ സ്റ്റാറ്റസ് ഉള്ള വേറൊരു പണി ഞാൻ നോക്കി. ഒന്നുകിൽ ഒരു എഡിറ്റർ ആകുക, ഇല്ലെങ്കിൽ ഒരു സാഹിത്യകാരനാകുക. അതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്. നീ കോമഡി എഴുതണം, മറ്റൊന്നും വേണ്ട. നിനക്ക് പറ്റിയ അബദ്ധങ്ങൾ മാത്രം കുറിച്ചിട്ടാ മതി. അത് തന്നെ ധാരാളം ഉണ്ടല്ലോ. അതെങ്ങനെ ഒരു കഥയാകും? ഹാസ്യത്തിന് കഥ വേണ്ട, സിറ്റുവേഷൻ മാത്രം മതി. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇല്ലാത്തൊരു ന്യൂസ് ഒരു ചുറ്റുപാടിൽ ഇല്ലാത്തൊരാളെ കുറിച്ച് പ്രസിദ്ധീകരിച്ചു എന്ന് വിചാരിക്കാം. അയാൾ ശരിക്കും ഉണ്ടായി. അയ്യോ, അതെങ്ങനെ? അങ്ങനെ സംഭവിച്ചു സങ്കല്പിക്കുക. അയാൾ എന്നോട് എങ്ങനെ പെരുമാറും? അത് പറയാൻ പറ്റില്ല. ആളിന്റെ സ്വഭാവം പോലിരിക്കും. ആ പെരുമാറ്റമാണ് കോമഡി. നീ ഒന്ന് അയാൾ എന്നോട് എങ്ങനെ പെരുമാറും ഊഹിച്ചു പറ, നിനക്ക് കോമഡി മനസ്സിലാവും. അത് തുണയുണ്ടെങ്കിൽ ഇറങ്ങി വരിക. 8 വീട്ടിൽ ലാഭം വേണ്ട. ഏതോടെ മഴയൊക്കെ പഠിച്ചത് നിന്റെ പത്രം ഞാൻ അവസാനിപ്പിക്കുവാ. എടാ, ഇതിനകത്ത് ചങ്കരപ്പുള്ള ഒരു ചെറ്റ ഇരിപ്പില്ലടാ. ഉണ്ടെങ്കിൽ ഇറങ്ങി വരിക. കുത്തും കൊലയും ജയിലും ഒന്നും എനിക്ക് പുത്തരികളെ നാറികളെ എല്ലാത്തിനും ഞാൻ ബോംബിട്ട് നശിപ്പിക്കും. ഞാൻ കൊലമരത്തിൽ കയറുവിടാ. ഇറങ്ങി വരണോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? ഇവനാരുടെ ഇവിടെ ചാടും? ഇപ്പൊ ഒരു കുത്തു കേസ് ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. പേര് 8 വീട്ടിൽ രാമപിള്ള. 8 വീട്ടില് രാമപിള്ള. മാനവും മര്യാദയ്ക്ക് മനുഷ്യൻ ജീവിക്കാൻ സമ്മതിക്കില്ല. അയ്യോ,
തല്ലല്ലേ, ഞാൻ പറയുന്നത് കേക്ക്. ഞാനല്ലേ എഴുതി. ഇനി ആരാ ഉടുപ്പേന്ന് വിടെ ചീഫ് ഉടുപ്പേന്ന് വിടെ, ഞാൻ കാണിച്ചു തരാം. വന്നത് എടാ, നീയാണോ ചീപ്പ് അടിച്ചത്? അയ്യോ ഞാനല്ല, കസേരയിലിരിക്കുന്ന എം ടി രാമോദരൻ. പന്നടാക്കളെ, നീ എന്നെ പറ്റി അനാവശ്യം നീ നിന്റെ ഒരു പത്രം നിന്നെ ശരിയാക്കുന്നു. മേലിൽ ആരെപ്പറ്റേലും അനാവശ്യമായ ന്യൂസ് എഴുതിയാൽ കൈയും കാലും വേണ്ടി ദൂരെ കഴിഞ്ഞാൽ പറഞ്ഞേക്കാം. ആകാരത്തിന് വല്ല അംഗഭംഗവും സംഭവിച്ചോ സാർ? അല്ല. ഇപ്പൊ പിടികിട്ടി എന്താണ് കോമഡി. വിത്തിൻ 2 weeks കഥ റെഡി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മിസ്റ്റർ അനിൽകുമാർ നാഷണൽ പ്രസ് ഫോട്ടോഗ്രാഫി മത്സരത്തിൽ 1ാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത സ്നേഹപുരസ്സരം അറിയിച്ചുകൊള്ളുന്നു. അനിൽകുമാറിന്റെ ഈ വിജയം ടൈം പബ്ലിക്കേഷൻസ് എന്നും അഭിമാന പുരസ്സരം സ്മരിക്കുന്നതാണ്. ഫോട്ടോഗ്രാഫിയുടെ നൂതന സങ്കേതങ്ങളെ കുറിച്ച് ഗവേഷണം നടത്താൻ ടൈം പബ്ലിക്കേഷൻ സ്വന്തം ചെലവിൽ അനിൽകുമാറിനെ ബോംബെക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ അനിലിനെ ബോംബെക്ക് അയക്കുകയാണെങ്കിൽ എന്നെ അയക്കണം. നീ എന്ത് കോപ്പ് കാണിച്ചിട്ട് നിന്നെ ബോംബെക്ക് അയക്കണം? നിന്നെ പൂത്തർക്കൊക്കെ അയക്കാം. ആ ചോദ്യം ഇവരോട് ചോദിക്കണം. ഏതോ ഫോട്ടോ സ്റ്റുഡിയോന്ന് കാശ് കൊടുത്ത് ഫോട്ടോ വാങ്ങിച്ച് അവാർഡ് വാങ്ങിച്ച ഫോട്ടോഗ്രാഫർ ആവും. എടാ, അസൂയക്കും കഷണ്ടിക്കും പണ്ടേ മരുന്നില്ലെന്ന് വിവരമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം പലട കുത്തി നാറ്റിക്കണ്ട. നിങ്ങൾ രണ്ടുപേരും കള്ളന്മാരാ. ആ വിവരം നാട്ടുകാരെ അറിയിച്ച് പത്രത്തിന് നാണം കെടുത്തണ്ട. അല്ലെങ്കിൽ പത്രം നാറി. ഇനി ഇവരെ ബോംബെക്ക് ഇവിടെ അയച്ചാ ആ നാറ്റം ബോംബെ വരെ എത്തും. ഫോട്ടോ കട്ടതോ മോഷ്ടിച്ചതോ എന്നുള്ളത് എനിക്കൊരു പ്രശ്നമേ അല്ല. നാണമില്ലാത്തവന്റെ പ്രശ്നത്തിൽ ഒരു ആല് കളിച്ചാൽ അതും അവനൊരു തണലാണെന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അനിൽകുമാറിന് ബോംബെക്ക് അയക്കാനുള്ള എന്റെ തീരുമാനം പാറ പോലെ ഉറച്ചതാണെന്ന് ഞാൻ എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു. കയ്യടി. സാർ വിഷമിക്കണ്ട. ഫ്രാഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രാഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. അതുകൊണ്ട് സാർ അത് വയത്തണം, വയത്തി പിടിക്കണം. സാറേ, സത്യം, ധർമ്മം, നീതി, ന്യായം ഇതൊക്കെ ദൈവങ്ങൾക്ക് മാത്രമുള്ളതാ. അതുകൊണ്ട് നടന്നാൽ ഇക്കാലത്ത് വയറ് വഴയ്ക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, സാറിന്റെ കൂട്ടുകാരൻ ചെക്കൻ അനിൽ ഫോട്ടോ സ്റ്റുഡിയോയിൽ നിന്നും ഫോട്ടോ മേടിച്ച് അവാർഡ് വാങ്ങിച്ചു. എന്നിട്ടിപ്പോ എന്തായി? എല്ലാരും കൂടെ ഹാരവും മാലയും ഒക്കെ ഇടിയിച്ച് ബോംബെക്ക് കെട്ടി എഴുന്നള്ളിക്കാൻ പോണൂന്ന്. സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും മണ്ടന്മാരാ. പക്ഷെ ഇപ്പൊ ഇന്ത്യയിൽ അവനൊരു വിലയുണ്ട്. എങ്ങനെ? ഫ്രാഡ് വില കാണിച്ചിട്ട്. ഇനി തിരിച്ചു വരുമ്പോ അവന്റെ പോസ് നോക്ക് സഹിക്കാൻ പറ്റുമോ? എന്റെ അടുത്ത് പോസ് കാണിച്ചാണ്ടല്ലോ ഇടിച്ചാൽ മൂഞ്ചി ഇടിച്ചു വിടും. നടക്കാത്ത കാര്യം കള. നടക്കുന്ന കാര്യം ആലോചിക്കും. അവന്റെയും ഒരുപടി മേലെ സ്റ്റാറ്റസിൽ നിൽക്കാൻ ശ്യാംകുട്ടിക്ക് മോഹമില്ലേ? ചൽമി. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യും? വഴിയുണ്ട്. മനോഹരമായ ഒരു വലിയ ഫ്ലാറ്റ്, അതിലാവശ്യത്തിന് കാശും പത്രാസും, പ്രേമിക്കാൻ തരുണീമണികൾ. ഇങ്ങനെ ഒരു ചുറ്റുപാടിനെ പറ്റി ശ്യാംകുട്ടി ആലോചിച്ചിട്ടുണ്ടോ? ആകെ ഒരു പളവളപ്പ്, ഒരു ഗ്ലാമർ. ഇന്ന് പുച്ഛിക്കുന്നവർ നാളെ ലജ്ജിക്കും. ശ്യാംകുട്ടിയുടെ മുമ്പിൽ ലജ്ജിച്ച് തല താഴ്ത്തും. കാര്യമൊക്കെ ശരി തന്നെ, പക്ഷെ ഞാനിതെങ്ങനെ ഒപ്പിക്കും? എങ്ങനെ അനിൽ അവാർഡ് ഒപ്പിച്ചു? അവന്റെ കഴുത്തിൽ എങ്ങനെ ഹാരം വീണു? അവൻ എങ്ങനെ ബോംബെക്ക് പറക്കാൻ പോണു? ആ മണ്ടൻ മണ്ട ഉപയോഗിച്ചു. ഫ്രാഡ് പണി, ഇന്നസെന്റ് ഫ്രാഡ്, ആർക്കും ഉപദ്രവമില്ലാത്ത ഫ്രാഡ് പണി. ഇങ്ങനെ ഒരു ജീവിതം വേണോ വേണ്ടയോ എന്ന് ശ്യാംകുട്ടി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒന്നാലോചിച്ച ശരിയാ. ലൈഫ് ഇസ് എ ചലഞ്ച് മീറ്റിംഗ്. എന്നാരാ പറഞ്ഞ? ഞാനല്ല, പക്ഷെ പറഞ്ഞ നാറിക്ക് വിവരമുണ്ട്. കേൾക്കുന്ന നാറികൾക്കും വിവരം ഉണ്ടാവട്ടെ.